നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് വയറിംഗ് സിസ്റ്റമാണ്. വിവിധ തരം വയറിംഗ് സിസ്റ്റംസ്. നമുക്ക് വയറിംഗ് സിസ്റ്റത്തെ മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് ട്രീ സിസ്റ്റം, ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മറ്റൊന്ന് ലൂപ്പിംഗ് സിസ്റ്റം. ഇതാണ് ട്രീ സിസ്റ്റം. ഈ ട്രീ സിസ്റ്റത്തിന് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഓൾഡസ്റ്റ് മെത്തേഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിൽ എന്തില്ല, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവീസിങ്ങും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ടായിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നമ്മൾ ഓരോ സർക്യൂട്ടിനെയും സെപ്പറേറ്റ്ലി നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് കം MCBs, അതൊരു MCB എന്ന് പറയുന്നത് സ്വിച്ച് ആയിട്ടും ആക്ട് ചെയ്യും, ആസ് എ പ്രൊട്ടക്ടറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് വൈഡ്ലി യൂസ് ചെയ്യണത് ഈ സിസ്റ്റമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൂടുതൽ വയർ കമ്പാരബിളി നമ്മളെ ട്രീ സിസ്റ്റം അപേക്ഷിച്ചിട്ട് കൂടുതൽ കേബിള് വേണം. പിന്നെ ഇതിനെ സർവീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ലൂപ്പിംഗ് സിസ്റ്റം ഓഫ് വയറിങ്. ഇതിപ്പോൾ നമ്മുടെ സർക്യൂട്ട്സുകളെ ലൂപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ലൂപ്പായി കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ അതിന് ഇതുപോലെ തന്നെ കൂടുതൽ കേബിളുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എഗെയിൻ ടൈപ്സ് ഓഫ് വയറിംഗ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് വയറിങ്ങിൽ വരുന്നതാണ് ക്ലീറ്റ് വയറിങ്, ബാറ്റൺ വയറിങ്, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആൻഡ് കോൺഡ്യൂട്ട് വയറിങ്. ഇതിൽ കോൺഡ്യൂട്ട് വയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ പറയുന്ന ക്ലീറ്റ് വയറിങ് ഇപ്പോൾ നിലവിലില്ല. അതുപോലെ തന്നെ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചാനൽ വയറിംഗ് ആണ് പറയുന്നത്. അത് നമ്മളും സ്വാഭാവികമായിട്ട് അപൂർവമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഓൾഡസ്റ്റ് മെത്തേഡ് ക്ലീറ്റ് വയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയർ, അതായത് ഫേസും ന്യൂട്രലും സെപ്പറേറ്റ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഏകദേശം 2 സെൻറ്റിമീറ്റർ ഒക്കെ ഗ്യാപ്പ് ഇട്ട് 2 or 3 സെൻറ്റിമീറ്റർ ഒക്കെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ക്ലാമ്പുകൾ വെച്ചിട്ട് അതിലൂടെ ഫേസും ന്യൂട്രലും കടന്നു പോകാൻ പാകത്തിലുള്ള ക്ലീറ്റാണ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് പക്ക ഇൻസുലേറ്റർ വെച്ചിട്ടായിരിക്കും മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. പോർസലൈൻ അതുപോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ ഈ പറയുന്ന ക്ലീറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലൂടെ സ്പേസ് ഉണ്ടായിരിക്കും, എയർ സർക്കുലേറ്റ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് ഇവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത് കാരണം വളരെ ഉപകാരപ്രദമാണ്. ഈ ബാറ്റൺ വയറിംഗ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഓരോ വയറുകളായിട്ട് നമ്മൾ അതിലൊരു ചാനൽ പോലെ നമ്മൾ നമ്മൾ ഒരുമിച്ച് അതിനെ ട്രാക്കിലേക്ക് 1 ലൈനായിട്ട് കൊണ്ടുപോകും. അതായത് നമ്മളൊരു ഒരു ചാനലിലൂടെ ഓപ്പൺ ചാനലിലൂടെ കടന്നു പോകുന്ന പോലെയാണ് ഈ ബാറ്റൺ വയറിംഗ് ഉണ്ടായിരിക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഈ ക്ലാമ്പുകൾ വെച്ചിട്ട് ആ വയറിനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഓൾഡസ്റ്റ് മെത്തേഡ് തന്നെയാണ്. ഇതും ഇപ്പോൾ അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇതാണ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് സിസ്റ്റം. ഇതിനകത്തൊരു കേസിങ് നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിനകത്താണ് ഇൻസുലേറ്റഡ് വയറുകൾ നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം ഈ ക്യാപ്പിംഗ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രചാരത്തിലുള്ള കോൺഡ്യൂട്ട് വയറിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 20 mm കോൺഡ്യൂട്ടാണ്, ബ്ലാക്ക് കോൺഡ്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് മുന്നേ വൈറ്റ് 19 mm കോൺഡ്യൂട്ടുകളും അഥവാ അതിൻ്റെ ബ്ലാക്ക് 19 mm കോൺഡ്യൂട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ കുറച്ചും കൂടിയും ഡയമീറ്റർ കൂടിയിട്ടുള്ള 20 mm കോൺഡ്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇതിൽ എൽബോ, ബെൻഡ്, പിന്നെ 1 way, 2 way, 3 way, 4 way തുടങ്ങിയ ജംഗ്ഷൻ ബോക്സുകളും വെച്ച് ഇതിൽ വേണ്ട വിധം സർക്യൂട്ടിനെ വയറിംഗ് ചെയ്തെടുക്കുന്നു. ഈ കോൺഡ്യൂട്ട് വയറിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സർഫസ് മൗണ്ടൈൻ വയറിങ്ങും അതുപോലെ തന്നെ കൺസീൽഡ് വയറിങ്ങും. സർഫേസ് മൗണ്ടൈൻ വയറിംഗ് ആണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കത് ഈ പറയുന്ന പൈപ്പ് കോൺഡ്യൂട്ട് ചുമരിന് പുറത്തുകൂടെ നമ്മൾ അത് സി ക്ലാമ്പുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതിനെയാണ് സർഫസ് മൗണ്ടൈൻഡ് വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന എല്ലാ ഇലക്ട്രിക്കൽ ആക്സസറീസും, അതായത് ജംഗ്ഷൻ ബോക്സ്,
പിന്നെ കോൺഡ്യൂട്ട്, ബെൻഡ്, എൽബോ, പിന്നെ സീലിംഗ് റോസ്, അതായത് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്ന ആ ഒരു ടാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സീലിംഗ് റോസ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലാമ്പ് ഹോൾഡറും എല്ലാം തന്നെ നമുക്ക് റൗണ്ട് ബോക്സ് അടക്കം നമ്മൾ പുറത്താണ് വെച്ചിട്ടുണ്ടായിരിക്കുക. ഒരു ഇലക്ട്രിക്കൽ അക്സസറീസ് പോലും ചുമരിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ സർഫസ് മൗണ്ടൻ വയറിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു വയറിങ്ങുകളാണ് കൺസീൽഡ് വയറിങ്. ഈ കൺസീൽഡ് വയറിങ് ഇത് തന്നെ നമ്മളുടെ പൈപ്പ്, അതുപോലെ തന്നെ ഈ റൗണ്ട് ബ്ലോക്ക് തുടങ്ങിയ എല്ലാം തന്നെ സ്വിച്ച് ബോക്സ് അടക്കം ചുമരിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറക്കി വെക്കുന്നു. ഇതാണ് നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധ തരങ്ങളായിട്ടുള്ള ആക്സസറീസ്. ഇതിൽ ബെൻഡ്, അതുപോലെ തന്നെ എൽബോ, പിന്നെ അതുപോലെ തന്നെ ടീ ജോയിൻറ്റ്, ഇവയെല്ലാം ജംഗ്ഷൻ ബോക്സ് തുടങ്ങിയവയെല്ലാം തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു.